സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തെ ഓർത്ത് തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവെ മേജി ഹോസ്പിറ്റൽ വയസ്സ് മൂലമായി ഇതിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ഇതിൻ്റെ പൊന്മുഖത്തെ നോക്കുവാനും സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ നടത്തി വന്നു, ഇനി ഞങ്ങളെ നടത്തുവാൻ ശക്തനാണ്. ഞങ്ങളെ പരിപാലിക്കുന്നു, ഇനി പരിപാലിക്കാൻ മതിയായവനാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുഖത്തിൻ്റെ കരമുണ്ടല്ലോ. ഞങ്ങളെ ഇത്രത്തോളം താങ്ങിയല്ലോ, ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, ഞങ്ങൾക്ക് സഹായം ചെയ്തല്ലോ, ഞങ്ങളെ നടത്തി വന്നല്ലോ, ഞങ്ങളെ പരിപാലിച്ചല്ലോ, ഞങ്ങളെ ഓമനിച്ചല്ലോ. അതിനായി സ്തോത്രം. കർത്താവിൻ്റെ കരത്തിലേക്ക് മറുപടിയും MAG ഹോസ്പിറ്റൽ വായിച്ച എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും നിന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്ന പച്ച. ഓരോരുത്തരെയും വ്യക്തിപരമായി കർത്താവ് അനുഗ്രഹിക്കണം, ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം. കണ്ണുനീരൊഴിക്കുന്നവരുണ്ട്, വേദനയോടെ ഇരിക്കുന്നുണ്ട്, രോഗികളുണ്ട്, പല ദുഃഖത്തിലുള്ളവരുണ്ട്, പല പ്രയാസത്തിൽ, പല കഷ്ടപ്പാടിൻ്റെ മധ്യയിൽ കർത്താവേ സ്തോത്രം നെടുവീർപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഈ പ്രാർത്ഥന ഒരു ജീവശ്വാസമായി, ഒരാശ്വാസമായി പോയി ചേരട്ടെന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്തതിനായി സ്തോത്രം. അടിയൻ്റെ ശരീരത്തിൽ കാണുന്ന എല്ലാ ബലഹീനങ്ങളെ മാറ്റുക, തൊണ്ടയിരിക്കുന്ന തടസ്സങ്ങളെ മാറ്റുക, തലയ്ക്കകത്തിരിക്കുന്ന ബലഹീനത്തെ മാറ്റുക. ശക്തമായി ഈ പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം നടത്തിയല്ലോ, ഇനി നടത്താൻ പോകുന്നതിനായി സ്തോത്രം. കരങ്ങളെ താഴ്ത്തുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രാർത്ഥന നിങ്ങൾക്ക് അയക്കാൻ പറ്റിയില്ല. അത് കാരണം നമ്മുടെ സഭയിലെ മുഖ്യമായ ഒരു സഹോദരൻ മരിച്ചു. അവരുടെ ബോഡി എടുത്ത് കന്യാകുമാരി കൊണ്ടുപോയി. ഇവിടുന്ന് ഏതാണ്ട് 1000-2000 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ അത്രയും ദൂരത്തിൽ കൊണ്ടുപോയി അവരടക്കം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ മറുപടിയും സഭയിൽ ഒരു മരണം. സൺഡേ സർവീസിലെ 2 മെസ്സേജ് ഞാൻ കൊടുക്കേണ്ടതുണ്ടായിരുന്നു, കൊടുത്തു. അതിനുശേഷം 12 മണിക്ക് അടുത്ത അടക്കാരാധനയും കഴിഞ്ഞ് ഒത്തിരി ക്ഷീണിതനായി, ശരീരത്തിൽ ഉറക്കമില്ല, ആഹാരമില്ല, അലച്ചിൽ നിമിത്തമാകെ ഒത്തിരി ക്ഷീണിതനായി കിടക്കയിൽ കിടക്കേണ്ട ഒരു സന്ദർഭം എനിക്ക് വന്നു. എങ്കിലും ഇന്ന് ഇത്രയും നേരം കിടക്കയിൽ കിടന്നിട്ട് അല്പസമയം എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എഴുന്നേൽക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ. പല വിധത്തിൽ ശരീരത്തിലെ ക്ഷീണങ്ങളാണ്. തൊണ്ട അടഞ്ഞിരിക്കുന്നു, തലയ്ക്കകത്ത് ഭയങ്കര വേദന, ശരീരത്തിൻ്റെ വേദന, അങ്ങനെ ഒത്തിരി ക്ഷീണമാണ്. എന്നെ തവരെ ആരും ഈ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിലും 2 ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥന അയക്കാതിരുന്നപ്പോഴത്തേനും ഞാനിത് വലിയ കുറ്റം ചെയ്തതുപോലെ എൻ്റെ മനസ്സാക്ഷിക്കകത്ത് വേദന. അതുകൊണ്ട് കർത്താവെ, നീ തന്നിരിക്കുന്ന ഈ ബലത്തോട് അല്പസമയം എൻ്റെ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയാണ്. ദൈവം നിശ്ചയമായിട്ട് ശക്തീകരിക്കും. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്ക് ഒത്തിരി ആവശ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഞാൻ തുടർന്ന് ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ശക്തീകരിക്കട്ടെ, ദൈവം ബലപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1158 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് വന്നു. ഇനിയും ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇപ്പം തുടർന്നത് കണ്ടിന്യൂ ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പാസ്റ്റർക്ക് ഭ്രാന്താണോ, എന്താ ഈ ഒരു അധികാരത്തെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നിങ്ങൾക്കിതിൻ്റെ അവസാനത്തെ വചനത്തിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയോടാണ് ഈ പ്രാർത്ഥന നടത്തുന്നല്ലാതെ മറ്റൊരുത്തരുടെ നിർബന്ധപ്രകാരമോ മറ്റൊരുത്തരുടെ ആലോചന എൻ്റെ ബുദ്ധിയിലോ അല്ല ഈ പ്രാർത്ഥന നടക്കുന്നത്. ദൈവം ഈ 6-ാം അധ്യായത്തെ ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ധ്യാനിച്ച് കഴിയുമ്പോൾ ആത്മാർത്ഥമായി എന്നോടുകൂടെ ചേർന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ദൈവം തരും. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, ശരീരത്തിൽ ഒരു വലിയ മാറ്റം നിശ്ചയമായിട്ടുണ്ടാകും. നിങ്ങൾ എവിടെല്ലാം പരാജയപ്പെട്ട് തോറ്റിരിക്കുന്ന അവിടെ എല്ലാം നിങ്ങൾക്ക് വിടുതലാണ്. മരണത്തിൽ നിന്ന് വരയ്ക്കുന്നതിനകത്ത് വിടുതലുണ്ട്. നമുക്ക് അത് ചിന്തിക്കണം. ഈ അധ്യായം സാധാരണ ഒരു അധ്യായമല്ല. മരണത്തിൽ നിന്ന് വരയ്ക്കും, അഘോര മരണത്തിൽ നിന്ന് വരയ്ക്കാനകത്ത് നമുക്ക് വിടുതലുണ്ട്. നിശ്ചയമായിട്ട് നിങ്ങൾ ധ്യാനിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റ് ഒരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അവന്മാർ തലകീഴ നിന്ന് നോക്കി ഏതെങ്കിലും ഒരു കുറ്റം ഇവൻ്റെ മേൽ കണ്ടുപിടിക്കണം, പറ്റുന്നില്ല. അവനെ വല വീശി നോക്കി, പിടിക്കാൻ പറ്റുന്നില്ല. എവിടെല്ലാമൊക്കെ വെച്ച് നോക്കി, ഒരു കുറ്റം
കുറ്റം കൂടി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എനിക്കിത് വായിക്കുമ്പോൾ ഒത്തിരി ഭ്രമമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുറ്റം കൂടെ ചെയ്യാത്തൊരു മനുഷ്യനെ കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഇപ്പം ദാനിയേൽ പറയുന്നത് പറ്റും. എന്നെ കൊണ്ടത് പറ്റി. എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു പാഠം നമുക്ക് പഠിപ്പിക്കുകയാണ് ദാനിയേൽ. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ഇവന്മാരെല്ലാവരും കൂടെ കൂടി രാത്രിയും പകലും ഉറങ്ങാതെ, രാത്രി പിടിക്കാം, വെളുപ്പിനെ പിടിക്കാം, ഉച്ചയ്ക്ക് പിടിക്കാൻ, രാവിലെ പിടിക്കാമെന്ന് പറഞ്ഞ് ഇവനെ തേടി 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 നോക്കിയിട്ട് ഇവന്മാർ തോറ്റുപോയതിന് ശേഷം അതിനകത്ത് ബുദ്ധിയുള്ളവന്മാർ പറയുകയാണ്, എടാ, നമ്മൾ ഈ പാടുപെടുന്നതിന് ഒരു അർത്ഥവുമില്ല, നമ്മൾ ഈ ഉറക്കളയ്ക്കുന്നതിന് ഒരു അർത്ഥവുമില്ല. അവൻ്റെ പേരിൽ ഒരു കുറ്റവും നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം അവനൊരു കുറ്റവും ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാർക്കമുണ്ട്. അതിൽ കൂടി പോയാൽ ചിലപ്പോൾ നമുക്ക് അവനെ പിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പ്ലാൻ. എന്തോ മാർക്കമുള്ളത്. അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചതുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്തുവാണ്? ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം, ഒരു കുറ്റം കൂടെ ലോകത്തിൽ ചെയ്യരുത്, ദൈവത്തിൻ്റെ പ്രമാണത്തെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അപ്പോൾ ഇതിൽ മാത്രമേ ഇവരെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തീരുമാനമിട്ടു, വേറെ ഒരു കുറ്റത്തിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങളത് മനസ്സിലാക്കണം. ഈ പ്രാർത്ഥിക്കുന്നവൻ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം എതിർപ്പുകൾ വന്നാലും, ലോകം മുഴുവനും അവൻ്റെ നേരെ എതിരായി വന്നാലും, എല്ലാ രാജ്യങ്ങളും അവൻ്റെ നേരെ ഒപ്പിട്ടാലും, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാണാലും, സിംഹത്തിൻ്റെ കുഴികൾ അവന് റെഡിയായിരിക്കുന്നു, സിംഹങ്ങൾ റെഡിയായിരിക്കുന്നു. 122 പേർക്ക് മേലെ ദ്രോഹികൾ അവനെ ചുറ്റി വലവീശിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും ശക്തമായിട്ടുള്ള കാര്യങ്ങൾ നടന്നപ്പോഴും ദാനിയേൽ തൻ്റെ പ്രാർത്ഥന നിർത്താതെ അവൻ്റെ തീരുമാനത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ അടയാളമാണ് ഈ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തുമാത്രം പ്രാർത്ഥനകൾ തടസ്സങ്ങൾ പറയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം എന്നെ കൊണ്ട് പ്രാർത്ഥന അയക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ ഒരു മരണം നടന്നു. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് സ്തോത്രം. അതേപോലെ നമ്മൾ എത്രയോ കാരണങ്ങളെ പറഞ്ഞാണ് നമ്മുടെ പ്രാർത്ഥനയെ നിർത്തുന്നത്. നമുക്കെല്ലാം ഓരോ മുഖാന്തരങ്ങൾ കാണും. അത് നമുക്ക് ന്യായമാകെ തോന്നും. കുഴപ്പമില്ല, എനിക്ക് ഒത്തിരി വയ്യാതെ കിടക്കുകയാണ്, ഇപ്പോൾ പ്രാർത്ഥിച്ചില്ല, എൻ്റെ സ്ഥിതി ദൈവത്തിന് അറിയാം, ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർ കേട്ടാൽ തെറ്റിദ്ധരിക്കും, അതെൻ്റെ ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ഞാൻ പ്രാർത്ഥിച്ചതിന് ഇടതും വലതുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ കേൾക്കും, അവർക്കത് ഡിസ്റ്റർബായിരിക്കും, അത് ദൈവത്തിന് അറിയാം. ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ എനിക്കും നിങ്ങൾക്കും പറയാൻ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കാരണമല്ല. അവൻ്റെ പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ അവനെ അറിയാതെ തന്നെ അവൻ എവിടെ മുട്ടുമടക്കുന്നോ അവിടെ തന്നെ മുട്ടുമടക്കാൻ അവനെ പ്രേരിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ്, അവനെ നിർബന്ധപ്പെടുത്താണ് പരിശുദ്ധാത്മാവ്, അവനെ ലീഡ് ചെയ്യാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ ഈ ദാനിയേലിൻ്റെ അഭിഷേകം എനിക്ക് വേണം അപ്പച്ച, അവൻ്റെ അകത്തിരുന്ന പ്രാർത്ഥനയുടെ വരങ്ങൾ എനിക്ക് വേണം അപ്പച്ച. ദാനിയേലെ പോലെ ഞാനും നിൽക്കണം, ഞാനും മുട്ടുമടക്കണം, ഞാനും കരയണം, ഞാനും ദൈവത്തെ വിളിക്കണം, എനിക്ക് ആ ഭാഗ്യം ഒന്ന് തരണേ അപ്പച്ച എന്ന് ദാനിയേലിൻ്റെ ആ 3 നേരത്തിലുള്ള പ്രാർത്ഥന എനിക്കും വേണമെന്നൊന്ന് കേട്ടു നോക്കിക്കേ. അത് ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങളെ നശിപ്പിക്കത്തില്ല, തലമുറയെ നശിപ്പിക്കത്തില്ല, ശുശ്രൂഷ നശിപ്പിക്കത്തില്ല, നിങ്ങൾക്കൊരാപത്തോ അനർത്ഥങ്ങളോ ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ലോകക്കാരും നാട്ടുകാരും ഇന്നിരിക്കുന്ന രാഷ്ട്രീയങ്ങളെല്ലാം നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കും. നാട്ടുകാർ മുഴുവൻ എഴുന്നേൽക്കും, രാഷ്ട്രീയങ്ങൾ എഴുന്നേൽക്കും, അധികാരം എഴുന്നേൽക്കും, രാജാക്കന്മാർ എഴുന്നേൽക്കും. ഇതൊന്നും നിന്റെ പ്രാർത്ഥനയെ തടസ്സം പറ്റത്തില്ല. നിന്റെ പ്രതിഷ്ഠകൾ, നിന്റെ തീരുമാനങ്ങൾ നശിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലാണെങ്കിൽ നിന്റെ നേരെ ഒരുത്തരും നിൽക്കാൻ യോഗ്യതയില്ല, നിന്നെ ഒരുത്തരും തകർക്കുവാൻ പറ്റത്തില്ല, നിന്റെ ഭവനത്തെ തകർക്കാൻ പറ്റത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിൽ നിനക്കെല്ലാം പ്രതികൂലമായിരിക്കും, എല്ലാം നിനക്ക് പ്രതികൂലമായിരിക്കും, എല്ലാവരും നിനക്ക് എതിരികളായിരിക്കും, എല്ലാവരും നിന്റെ ശത്രുക്കളായിരിക്കും. നോ, നീ തനിച്ച് മുട്ട നിൽക്കുമ്പോൾ ദൈവം നിനക്ക് മിത്രമായി ഇറങ്ങി വരും, ദൈവം നിനക്ക് കൂട്ടിനിറങ്ങി വരും, ദൈവം നിനക്ക് കാവലായി നിൽക്കും, ദൈവം നിന്നെ പരിപാലിക്കും, ദൈവം തന്നെ കാത്തു സൂക്ഷിക്കും. ദൈവം പ്രാർത്ഥിക്കുന്ന തനിച്ചിരിക്കാൻ വിടത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി അവൻ്റെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ് അവൻ്റെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവനെ കാത്തു സൂക്ഷിക്കും. അവൻ ഒരു വിധത്തിലും തകരുവാൻ അവനെ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസം ഈ കൃപ വേണം. ഇന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന MAG ഹോസ്പിറ്റൽ വൈസ് കുടുംബത്തിലിരിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങളോടും ഞാൻ ഒന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന വേണം, നമ്മുടെ ഭവനത്തിൽ ഈ പ്രാർത്ഥന വേണം, നമ്മുടെ ഒറ്റപ്പെട്ട നിലയിൽ ഈ പ്രാർത്ഥന വേണം. ഏത് സ്ഥിതി വന്നാലും പ്രാർത്ഥന നിർത്തരുത്. ഏത് സ്ഥിതി വന്നാലും പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥിക്കാനുള്ള ശക്തി കർത്താവ് തരണം, പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരണം, പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ദൈവം നമുക്ക് തരണം.
പ്രാർത്ഥിക്കാനുള്ള വിശേഷിത ഒരു തീ നമ്മുടെ അകത്ത് എരിഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, എനിക്ക് അകൃപ തരണമേ, എനിക്ക് രോഗത്തിന് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ സഭയ്ക്കോ എൻ്റെ ദേശത്തിന് വിടുതൽ ലഭിച്ചില്ലെങ്കിൽ പ്രയോജനം ഒന്നുമില്ല, എനിക്ക് ഒന്നും കുഴപ്പമില്ല, എനിക്കെല്ലാം തകരട്ടെ, എല്ലാം നശിക്കട്ടെ, എല്ലാം എന്നെ കൈവിട്ട് പോകട്ടെ, എല്ലാവരും എനിക്ക് എതിരികളായി മാറട്ടെ, എല്ലാവരും എനിക്ക് ശത്രുക്കളായി മാറട്ടെ, എനിക്ക് പ്രതികൂലമായി എല്ലാം എഴുതേക്കട്ടപ്പച്ച. എന്ത് വന്നാലും, ലോകം തന്നെ എഴുന്നേറ്റ് വന്നാലും എൻ്റെ പ്രാർത്ഥന ആരെ കൊണ്ടും തടസ്സം ചെയ്ത് നിർത്തുവാൻ പറ്റത്തില്ലെന്നുള്ള തീരുമാനം ഇപ്പം നമ്മൾ എടുക്കണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. ആ തീരുമാനം നമ്മൾ എടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത്. അപ്പോഴാണ് ശത്രുവിനെ ദൈവം തമ്മിലെ തകർക്കുവാൻ ദൈവം തമ്മിലെ പ്ലാൻ ഇടുന്നത്. ഒരു 30 ദിവസത്തേക്കുള്ള പ്രാർത്ഥനയല്ലേ ദൈവത്തിന് സ്വയം നീ തണ്ടി വയ്ക്കാമല്ലോ, അല്ലെ വേറെ ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥിക്കാമല്ലോ, ഒറ്റയ്ക്ക് മനസ്സിലിരുന്ന് പ്രാർത്ഥിക്കാം. അന്നെ എങ്ങനെ പ്രാർത്ഥിച്ചത്? മനസ്സിലല്ലേ പ്രാർത്ഥിച്ചത്? അങ്ങനെയൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് അറിയാമല്ലോ നമ്മൾ ഒത്തിരി തിരക്കാണ്, ദൈവത്തിന് അറിയാമല്ലോ ഒത്തിരി ക്ഷീണിതരാണ്, അങ്ങ് കടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അറിയാമല്ലോ ഇന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല എന്നാ വരാൻ പോകുന്നു, കുഴപ്പമില്ല, ദൈവത്തിന് അറിയാമല്ലോ. ഇങ്ങനെ നമ്മളെ അങ്ങോട്ട് രക്ഷപ്പെടുന്നത്. പക്ഷേ ദാനിയേലിനെ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ദാനിയേലിനെ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ അവനില്ല, പ്രാർത്ഥനയില്ലെങ്കിൽ അവനില്ല, പ്രാർത്ഥനയില്ലെങ്കിൽ ദാനിയേൽ ഇല്ല. ഇതാണ് അവൻ്റെ തീരുമാനം. അതുകൊണ്ട് എനിക്ക് മരിച്ചാലും, സിംഹമാണെങ്കിലും, രാജാവിൻ്റെ പനിയും അമീൻ കട്ടളകളാണാലും, ഏത് കാര്യങ്ങളാണാലും, ലോകം മുഴുവൻ എനിക്ക് എഴുന്നേറ്റ് എൻ്റെ എനിക്ക് വിരോധമായി കൂട്ടം കൂടിയാലും എൻ്റെ പ്രാർത്ഥന നിർത്തുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയെ കൊണ്ടും ഒരു രാഷ്ട്രീയത്തെ കൊണ്ടും ഒരു അധികാരികളെ കൊണ്ടും എൻ്റെ പ്രാർത്ഥന നിർത്തുവാൻ കഴിയത്തില്ലെന്നുള്ളത് അവൻ എടുത്തു കാണിക്കുകയാണ് ഇവിടെ ഈ സ്ഥലത്ത്. അത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നോക്കിക്കേ. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലെ കർത്താവ് മാറ്റും. എല്ലാ വിധത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഈ സമയത്ത് ഇത്രയും ബലവീനത്തിൻ്റെ മധ്യയിൽ ഒരു വാക്കും കൂടെ എടുത്ത് സംസാരിക്കാൻ പോലും ശക്തിയില്ലാതിരിക്കുന്ന നേരത്തിലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന സ്വർഗത്തിലെ അപ്പച്ച കേൾക്കണമേ. അപ്പച്ച, ഈ പ്രാർത്ഥന തടസ്സം ചെയ്യാൻ വേണ്ടി, ഇത് നടത്താതിരിക്കാൻ വേണ്ടി ദുഷ്ടൻ ഇങ്ങനെല്ലാമോ തടസ്സങ്ങളെ കൊണ്ടുവരുന്നു. ഈ പ്രാർത്ഥന ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്. ഒരു കുഞ്ഞ് പാലിന് വേണ്ടി കരയുന്നത് പോലെ അനേകർ ഈ പ്രാർത്ഥന വേണ്ടി കരയുന്നു. പാസ്റ്ററെ, ഇന്ന് പ്രാർത്ഥന വന്നില്ലല്ലോ, ഇന്ന് പ്രാർത്ഥന വന്നില്ലല്ലോ, പാസ്റ്റർ എന്ത് സംഭവിച്ചു, എന്നാ കാരണം? എല്ലാം കരയാൻ തുടങ്ങുക. ദൈവത്തിന് അതുപോലെ ഒത്തിരി പേര് ഒരു കുഞ്ഞു പാലിന് വേണ്ടി കരയുന്നത് പോലെ, അമ്മയുടെ പാലിന് വേണ്ടി കരയുന്നത് പോലെ അനേകർ അവിടെ കരയുമ്പോൾ എനിക്ക് എൻ്റെ വേദനകളോ എൻ്റെ പ്രയാസങ്ങളോ എൻ്റെ ക്ഷീണമൊന്നും അതെനിക്കൊരു കാര്യമായി തോന്നാതാണ് ഇപ്പം എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ ഈ പ്രാർത്ഥന അംഗീകരിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി നമുക്ക് മറുപടി തരും. ഈ പ്രാർത്ഥന മറുപടി ഇല്ലാതെ പോകത്തില്ല. നിശ്ചയമായിട്ടും ഈ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ദൈവം തമ്പുരാൻ കൊണ്ടുവരാൻ പോകുകയാണ്. ദാനിയേലെ പോലെ നമ്മളെ ദൈവം മാറ്റാൻ പോകുകയാണ്. അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളായി കാണുന്ന എല്ലാ തടസ്സങ്ങളെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. നമ്മുടെ ശത്രുക്കളെല്ലാം ഈ അധ്യായം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നശിപ്പിക്കാൻ പോകുക കർത്താവ്. അവനെ കുടുംബമായി ദൈവം തകർക്കാൻ പോകുകയാണ്. നമ്മളെ രക്ഷിക്കുന്ന ദൈവം, നമ്മളെ വിടിവിക്കുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് മനസ്സലിയെന്ന് മറുപടി കൊടുക്കുന്ന ദൈവം ജീവിക്കുന്നുള്ളത് നിശ്ചയമായിട്ടും കർത്താവ് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകരുത്. ഒന്നുകൂടെ ക്ഷീണിക്കേണ്ട. പാസ്റ്റർ ഈ അധ്യായത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾ തളരരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്. പാസ്റ്ററെ, ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്തിനാ ഇങ്ങനെ തുടർന്നെടുക്കുന്നത് ചിന്തിക്കരുത്. ഇതിനകത്തൊരു വലിയ രഹസ്യം മറിഞ്ഞിരിക്കുന്നുണ്ട്, വലിയൊരു മർമ്മം മറിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ അറിയത്തില്ല. ഇതിൻ്റെ അവസാനത്തിനുള്ള ദൈവം നിശ്ചയമായിട്ടും അത് നമുക്ക് വെളിപ്പെടുത്തും. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ മുഖത്ത് കർത്താവ് അത് വെളിപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി ശത്രുക്കൾ കാണും, നിങ്ങൾക്ക് ഒത്തിരി കോട്ടകൾ കാണും, നിങ്ങൾക്ക് ഒത്തിരി എതിരികൾ കാണും. നിങ്ങളുടെ നന്മകളെല്ലാം അടഞ്ഞിരിക്കുകയായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തലതെറിച്ച് കാണുമായിരിക്കും. നിങ്ങളുടെ ഭവനം ഇടിഞ്ഞു കാണുമായിരിക്കും. നിങ്ങളുടെ ശുശ്രൂഷ കൈവിട്ടു പോയി കാണും. ജോലി കൈവിട്ടു പോയി കാണും. അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങളായി മാറിക്കാണും. എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും. അനുകൂലമായി നിങ്ങൾക്കൊന്നുമേ ഇല്ല. എല്ലാം അടഞ്ഞു കിടക്കുന്നു. എല്ലാം കഴിഞ്ഞു. അന്ധകാരത്തിന്റെ ഇരുൾ മൂടി കിടക്കുകയാണ്. മുള്ളുകൾ കയറി കിടക്കുകയാണ്. നിൽക്കാനോ അനങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റുന്നില്ല. മുറിവുകളേൽപ്പും. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ നിർബന്ധരായി കിടക്കുന്നുണ്ടെങ്കിലും ഈ അധ്യായം കഴിഞ്ഞതിന് മുന്നേ ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ മുഖത്ത്
ആ മഹത്വമേറിയ കൃപ, ആ ശക്തി ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഒരു നാളും എൻ്റെ ദൈവം കൈവിടുകയില്ല. ഒരു നാളും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഒരു നാളും ദൈവം നിങ്ങളെ മറക്കുകയില്ല. ഒരു നാൾ നിങ്ങളുടെ ഭവനത്തെ ദൈവം മറക്കുകയില്ല. നിങ്ങളുടെ സന്തതികളെ ദൈവം മറക്കുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ദാനിയേലിൻ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ദാനിയേലിൻ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവം നമുക്ക് തുണയായി ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രാർത്ഥനയുടെ മുന്നിൽ ശക്തമായി നമ്മുടെ കർത്താവ് ഇപ്പോൾ വെളിപ്പെടാൻ വരുവാണ്. നമുക്കൊരത്ഭുതം നടക്കും. എത്ര പേര് കൂടിയാലും കൂടിട്ട്, എത്ര രാജാക്കന്മാർ ഒപ്പിട്ടാലും ഒപ്പിടിട്ട് നമുക്കൊന്നും പേടിക്കണ്ട. എത്ര സിംഹങ്ങളെ വേണേലും കുഴി കുഴിച്ചിട്ട് കുഴി ഉണ്ടാക്കിട്ട് നമുക്ക് പേടിക്കണ്ട. നമ്മുടെ ദൈവം എല്ലാത്തിനും മതിയായവനാണ്. ആ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ദൈവത്തിൽ മാത്രം താങ്ങിക്കൊണ്ടിരിക്കുക. അമ്മ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ദാനിയേലെ പോലെ 3 ദിവസം 3 നേരവും പ്രാർത്ഥിക്കാൻ ശക്തിയുള്ളവർ പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. ഞങ്ങൾക്കൊരത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തിന് രക്ഷ ഉണ്ടാകണമേ. ഞങ്ങളുടെ സഭകൾ അനുഗ്രഹിക്കണമേ. ജോലികൾ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ മാറണമേ. കണ്ണീര് മാറണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെ ആ ജീവൻ ഉള്ളൊരു ശക്തി പകരണമേ. ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപകൾ പ്രാപിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ബന്ധവിച്ച സ്ഥിതികൾ, മരിച്ചു കിടക്കുന്ന അവസ്ഥകൾ എല്ലാം കർത്താവ് മാറ്റണമേ. ഞങ്ങൾക്കൊരു പുതിയ കൃപ, പുതിയ ജീവൻ, ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മൺപാത്രത്തിൽ പകരണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് കണ്ണുനീരോട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നുണ്ട്. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. എല്ലാ വിഷയത്തിനും ഈ 6-ാം അധ്യായം കഴിയുന്നതിന് മുന്നേ നിശ്ചയമായിട്ടും കർത്താവ് നമുക്ക് വിടുതൽ, ഒത്തിരി സാക്ഷികൾ വരാൻ പോവാം. ഒരുപാട് സാക്ഷികൾ. അന്ന് ഈ പ്രാർത്ഥന നടത്താൻ പിശാച് വിടത്തില്ലെന്നെ. വിശ്വാസപ്പെടത്തിൽ ഇപ്പൊ കഴുത്തെ പിടിച്ചു വെച്ചിരിക്കുക. തലയ്ക്കകത്തിരിക്കുന്ന വേദന സഹിക്കാൻ വയ്യ. ശരീരം മുഴുവനുള്ള വേദന സഹിക്കാൻ വയ്യ. ഇരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യെങ്കിലും അതേ കടിച്ച് പിടിച്ചുകൊണ്ട് അവനെ ജയിക്കണം എന്നുള്ള തീരുമാനത്തോടാണ് ഇപ്പൊ ഇരുന്ന്. ശ്വാസം ഇല്ലെങ്കിലും, എടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ലെങ്കിലും ദൈവസന്നിധിക്ക് അറിയാം. കാരണം നമുക്കൊരു ജയം വേണം, നമുക്കൊരു വിടുതൽ വേണം. ദൈവം നിശ്ചയമായി നമുക്കത് തരും. നിങ്ങളൊന്നും തകർന്നു പോകരുത്, ക്ഷീണിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കരയുവാൻ ദൈവം എനിക്ക് ബലം തരട്ടെ. പ്രാർത്ഥിക്കാനുള്ള ശക്തി ദൈവം തരട്ടെ. കർത്താവിന്റെ കൃപ എനിക്ക് ദൈവം തരട്ടെ. അതിനുവേണ്ടി ഒരു ദാനിയേലിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. നിശ്ചയമായിട്ട് എൻ്റെ പ്രാർത്ഥന ദൈവം ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമ്മുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. നമ്മുടെ യാചനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങൾ ക്ഷീണിക്കത്തില്ല, നിങ്ങൾ കൈവിട്ടു പോകത്തില്ല, നിങ്ങൾ തളർന്നു പോകത്തില്ല. ഒരുത്തൻ്റെ മുന്നിൽ നിങ്ങൾ ലജ്ജിക്കുവാൻ തലകുനിയെ കർത്താവ് സമ്മതിക്കത്തില്ല. അപ്പത്തെ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് അത്ഭുതം നടക്കും. ഓക്കെ, നമുക്കത് വിശ്വസിക്കാം. കർത്താവേ, നിന്റെ പാദത്തിൽ അടിനെ താഴ്ത്തുന്നു. ഈ പ്രാർത്ഥന പോയി ചേർന്നിട്ടെല്ലാം ദൈവത്തിന്റെ ദിവ്യ ശക്തി വെളിപ്പെടണം, അത്ഭുതം നടക്കണം. അടിനെ താഴ്ത്തുകയാണ്. സകല മഹത്വം തിരുമേനിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, ആമേൻ. ഓക്കെ, താങ്ക് യു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.